എൻ്റെ സന്തോഷം കണ്ടില്ലേ ഇങ്ങള്? ഞാനിപ്പോൾ എൻ്റെ പെരേലാണ്. വെറും 1 മണിക്കൂറിന് മാണ്ടി മാത്രം വന്നതാണ്. എന്നാലും എൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഈ ബേക്കറി ഉണ്ടല്ലോ എൻ്റെ കസിൻ്റെ പള്ളാണലേന്ന് അവിടുന്ന് കൊണ്ടുവന്നതാണ് ട്ടോ. വയറ് കാണലെന്നും പറയും, പള്ളാണലെന്നും പറയും, എന്തും പറയും. ഞാൻ അപ്പോൾ എൻ്റെ ഒരു രീതിക്ക് പള്ളാണലെന്ന് പറഞ്ഞതാണ്. അങ്ങനെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. ക്യാമറ കണ്ടപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഭയങ്കര നാണം. അങ്ങനെ ഈ റൂമിലൊരു നിധി ഉണ്ട്. ഇതാണ് ട്ടോ ആ നിധി. തൊട്ടിയിൽ കിടന്നുറങ്ങാണ്. ആള് ഉണർന്നിട്ടുണ്ടെങ്കിൽ ഓളെ ഉമ്മ വൈലൻ്റ് ആവും. അതുകൊണ്ട് ഓളെ ഉണർത്താതെ ഞാനും അസാനും ചായ കുടിച്ച് ടാറ്റാ ബൈ ബൈ സീ യു പറഞ്ഞ് അവിടുന്ന് പോന്നപ്പോൾ എൻ്റെ ഉമ്മാക്ക് നല്ല വിഷമായി. പക്ഷേ സാരമില്ല, നമുക്ക് പോകുന്നതല്ലേ പറ്റുള്ളൂ. അങ്ങനെ റോഡ് മൊത്തം വെള്ളമായിരുന്നു. ഞങ്ങൾ നല്ല സ്പീഡിൽ പെട്ടെന്ന് പൊരേക്ക് എത്താൻ വേണ്ടി പോന്നപ്പോൾ ദാ എടുക്കണ കിണ്ടിയും വെള്ളം താഴെ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴത്തേനും ബ്ലോക്കും, ചെറിയൊരു ബ്ലോക്ക്, ആകെ 3-4 വണ്ടിയേ ഉള്ളൂ ബ്ലോക്ക് ആവാൻ മാത്രം. അങ്ങനെ മൊത്തത്തിൽ വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ പൊരയിലെത്തി. നമ്മളെ പൊരൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇതിക്ക് ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഇന്ന് ഇറങ്ങാൻ വിചാരിച്ചു. എന്നും വൈകുന്നേരം മഴയല്ലേ, ഇന്ന് വൈകുന്നേരം മഴയില്ലല്ലോ, അതുകൊണ്ട് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കിണറിൻ്റെ അടുത്തേക്കും പോയി നോക്കിയിട്ട് കിണർ കണ്ടപ്പോൾ ഇക്കാണ് ചാടാൻ തോന്നുക. നല്ല തെളിഞ്ഞ വെള്ളം. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ചക്കൻ്റെ ചുള മൊത്തം ഇവർ തിന്ന് തീർത്തിണ്. കുരു മാത്രം എനിക്ക് വെച്ചിരിക്കണം. എന്തായാലും ഉള്ള 2 ചുള ഞാൻ തിന്നു. പിന്നെ ഇത് അല്ലുമോൻ്റെ പൊതിപ്പാണ് കേട്ടോ. ഈ പൊതിപ്പുണ്ടല്ലോ അത് എനിക്ക് ഇപ്പം തന്നെ പൊതിഞ്ഞ് കാണാനൊരു പൂതി. അപ്പം ഞാൻ കുഞ്ഞുമോനെ കൊണ്ട് പൊതിപ്പിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.